നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ചെറുതുരുത്തിയിൽ തിരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ വാഹന പരിശോധനയ്ക്കിടെ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 19,70,000 രൂപ പിടികൂടി. വാഹനത്തിലുണ്ടായിരുന്നത് ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശികൾ. യാത്രക്കാരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും തിരഞ്ഞെടുപ്പ് ആവശ്യത്തിനെത്തിച്ച കള്ളപ്പണമാണോ എന്നും സ്ക്വാഡ് പരിശോധിക്കും. കുന്നംകുളം കേച്ചേരിയിൽ ജ്വല്ലറിയിൽ നിന്നും 8 പവൻ സ്വർണം കവർന്നു. മോഷണം നടത്തിയത് സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തിയ ഇതര സംസ്ഥാനക്കാർ. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സീപ്ലെയിൻ വിഷയത്തിൽ CPM-ൽ രണ്ടഭിപ്രായമില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. LDF-ന്റെ സീപ്ലെയിൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിൻ ആണെന്നും UDF-ന്റേത് തൊഴിലാളി വിരുദ്ധ സീപ്ലെയിൻ ആണെന്നും മന്ത്രി. സീപ്ലെയിൻ ഡാമിൽ ഇറക്കുന്നതിന് തൊഴിലാളി സംഘടനകൾ എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നും എതിർപ്പുള്ളത് കായലിൽ ഇറക്കുന്നതിനാണെന്നും വ്യക്തമാക്കി മുഹമ്മദ് റിയാസ്. ചേലക്കര നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ശുഭപ്രതീക്ഷയോടെ മുന്നണികൾ. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങും. വോട്ടെണ്ണൽ 23-ന്. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ 37 കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി വഖഫ് ബോർഡ്. വഖഫ് ബോർഡിന്റെ നിർദ്ദേശം മേഖലയിലെ 10 ഏക്കറോളം വരുന്ന ഭൂമി തിരിച്ചുപിടിക്കാൻ. വഖഫ് ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്തി മുനമ്പം മാതൃകയിൽ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് BJP. വഖഫ് മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെ സംസ്ഥാന സുന്നി മഹൽ ഫെഡറേഷന്റെയും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നവംബർ 14-ന് ഒറ്റപ്പാലത്ത് പ്രതിഷേധ ധർണ. വഖഫ് വിഷയത്തിലും FDPI PDP പിന്തുണയുടെ കാര്യത്തിലും UDF LDF കക്ഷികൾ നിലപാട് വ്യക്തമാക്കണമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. പാലക്കാട് നഗരത്തിന് ഗുണകരമായ പദ്ധതികൾ ലഭിച്ചത് മോദി സർക്കാരിന്റെ കാലത്ത്. പാലക്കാട് നഗരസഭയിൽ BJP നടപ്പിലാക്കിയ പദ്ധതികൾ വോട്ടായി മാറുമെന്നും C കൃഷ്ണകുമാർ. വാർത്തകൾ വിശദമായി. ചെറുതുരുത്തിയിൽ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 19,70,000 രൂപ പിടികൂടി. കലാമണ്ഡലത്തിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് നടത്തിയിരുന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് പണം പിടികൂടിയത്. KL 51P 4500 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള കിയ കാറിലായിരുന്നു പണം കൊണ്ടുവന്നിരുന്നത്. രാവിലെ മുതൽ തന്നെ സ്ക്വാഡ് ഇവിടെ വാഹന പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് ഈ വാഹനവും പരിശോധനയ്ക്കായി തടഞ്ഞത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ നിന്നും 19,70,000 രൂപ കണ്ടെടുത്തത്. ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരിശോധനയ്ക്കിടെ പണത്തിന്റെ രേഖകളൊന്നും വാഹനത്തിലുണ്ടായിരുന്നവർക്ക് കാണിക്കാനായില്ല. ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശമാണ് ചെറുതുരുത്തി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്നിരുന്ന കള്ളപ്പണമാണോ ഇത് എന്നതാണ് പ്രധാനമായും സ്ക്വാഡ് പരിശോധിക്കുന്നത്. അതേസമയം എറണാകുളത്തേക്ക് പർച്ചേസ് ആവശ്യങ്ങൾക്കായി കൊണ്ടുവരുന്ന പണമാണ് ഇതെന്നാണ് വാഹനത്തിലുണ്ടായിരുന്നവരുടെ വിശദീകരണം. എന്നാൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. കാറിലുണ്ടായിരുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിക്കും. നിലവിൽ വാഹനവും പണവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർ നടപടികൾക്കായി പണം ഇൻകം ടാക്സിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തിയിൽ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 19,70,000 രൂപ പിടികൂടിയ സംഭവത്തിൽ പ്രതികരണവുമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും പണത്തിന്റെ സോഴ്സ് തെളിയിക്കാനാകാത്ത സാഹചര്യമുണ്ടായാൽ മറ്റ് നടപടികൾ ഉണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു. കുന്നംകുളം കേച്ചേരിയിൽ ജ്വല്ലറിയിൽ നിന്നും സ്വർണം കവർന്നു. 8 പവൻ സ്വർണമാണ് കവർന്നത്. മോതിരം വാങ്ങാനെന്ന വ്യാജേന എത്തിയ ഇതര സംസ്ഥാനക്കാർ മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിലെ പോൾ ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം കവർന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 2:30-ഓടെയാണ് 2 ഇതര സംസ്ഥാനക്കാർ ജ്വല്ലറിയിലേക്ക് കുട്ടികളുടെ മോതിരം ആവശ്യപ്പെട്ട് വന്നത്. തുടർന്ന് സ്ഥാപനത്തിലെ ജീവനക്കാരൻ മോതിരങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനിടെ ജീവനക്കാരൻ അറിയാതെ സമീപത്ത് വെച്ചിരുന്ന ഏലസുകളും കമ്മലുകളും അടങ്ങിയ പെട്ടി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് ഇടുകയായിരുന്നു.
രാത്രി കടയടയ്ക്കുന്നതിന് മുന്നോടിയായി സ്റ്റോക്ക് എടുക്കുന്നതിനിടെയാണ് സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇതര സംസ്ഥാനക്കാർ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സീപ്ലെയിൻ വിഷയത്തിൽ CPM-ൽ രണ്ടഭിപ്രായമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കായലിൽ ഇറക്കുന്നതിലാണ് എതിർപ്പ്, ഇത് ഡാമിലാണ് ഇറക്കുന്നത്. LDF-ന്റെ സീപ്ലെയിൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിൻ ആണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പാലക്കാട് പറഞ്ഞു. UDF-ന്റേത് തൊഴിലാളി വിരുദ്ധ സീപ്ലെയിൻ ആണ്. ഡാമിൽ ഇറക്കുന്നതിന് ഒരു തൊഴിലാളി സംഘടനയും എതിർപ്പ് അറിയിച്ചിട്ടില്ല. കായലിൽ ഇറക്കുന്നത് വരുമ്പോൾ അക്കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലാളി സംഘടനാ നേതാക്കൾ പറഞ്ഞത് തൊഴിലാളികളുടെ വികാരം, അത് തീർത്തും ശരിയാണ്. UDF ഗ്രൂപ്പ് കളിച്ച് തമ്മിലടിച്ച് പദ്ധതി കുളമാക്കുകയായിരുന്നു. ഭരണം കിട്ടുമ്പോൾ ഒന്നും ചെയ്യാതെ തമ്മിലടിച്ചിട്ട് ഇപ്പോൾ കൂട്ടക്കരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഞാൻ ഇന്നലെ വിശദമായി സംസാരിച്ചത് കായലിൽ സീപ്ലെയിൻ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇത് ഡാമിലാണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ്. എയർപോർട്ടും ഡാമും കേന്ദ്രീകരിച്ചാണ്. ഇനി കായലുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളൊക്കെ ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായം എടുത്ത് ഇത് മാത്രമേ നടപ്പിലാക്കൂ. മുമ്പത്തെ സീപ്ലെയിൻ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ സീപ്ലെയിനായി. UDF-ന്റെ സീപ്ലെയിൻ, LDF-ന്റെ സീപ്ലെയിൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിനാണ്. ഡാമിൽ സീപ്ലെയിൻ ഇന്നലെ വളരെ നല്ല നിലയിൽ ഇറങ്ങി. ഡാമിലുകളിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു തൊഴിലാളി സംഘടന ഇതുവരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. കായലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്താണ് അത് പരിശോധിച്ചത്. വ്യോമയാന നയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കര നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് സജ്ജം. മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തു. സ്വീകരണ വിതരണ കേന്ദ്രമായ ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ സാന്നിധ്യത്തിലാണ് പോളിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തത്. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് ചേലക്കര നിയോജകമണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുന്ന 180 ബൂത്തുകളിലേക്കുമുള്ള ഇലക്ഷൻ സാമഗ്രികൾ വിതരണം ചെയ്തു തുടങ്ങിയത്. ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ MA ആശ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ TP കിഷോർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ സാമഗ്രികൾ വിതരണം ചെയ്തത്. ഇലക്ഷൻ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായി സ്ഥിതിഗതികൾ വിലയിരുത്താനായി തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ IAS എത്തിയിരുന്നു. സ്വീകരണ വിതരണ കേന്ദ്രമായ ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് GPS ഘടിപ്പിച്ച പ്രത്യേക വാഹനങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിച്ചു. യാത്രാവേളയിൽ പോലീസും സെക്ടറൽ ഓഫീസറും അനുഗമിച്ചു. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ വിപുലമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. 13-ാം തീയതി വോട്ടെടുപ്പിനു ശേഷം യന്ത്രങ്ങൾ ചെറുതുരുത്തി സ്കൂളിൽ തിരിച്ചെത്തിക്കും. തുടർന്ന് സീൽ ചെയ്ത് സ്ട്രോങ് റൂമിൽ പൂട്ടിവെക്കും. 23-ാം തീയതി വോട്ടെണ്ണൽ നടക്കുന്നതും ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ്. ചേലക്കര നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമായെന്നും ബുധനാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ് നടക്കുക. പോളിംഗിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായിട്ടുണ്ടെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മഴവെള്ള സംഭരണിയിൽ അനിമൽ കീപ്പറായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൈനൂർ സ്വദേശി 26 വയസ്സുള്ള അമൽരാജാണ് മരിച്ചത്. തിങ്കളാഴ്ച നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയ അമലിനെ ജോലി കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ തിരികെ എത്താത്തതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലിലാണ് 20 അടിയോളം താഴ്ചയുള്ള മഴവെള്ള സംഭരണിയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ ഇടമുട്ടത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കാറിൽ യാത്ര ചെയ്തിരുന്ന മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശി 23 വയസ്സുള്ള ശരൺ കൃഷ്ണയാണ് മരിച്ചത്. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിലേക്ക് പോയിരുന്ന ബസും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചാണ് നിന്നത്. കാർ ഓടിച്ചിരുന്നത് ശരൺ കൃഷ്ണയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ബന്ധു സോണിയ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ചന്ദ്രാപ്പിന്നി മിറാക്കിൾ ആംബുലൻസ് പ്രവർത്തകർ ഇവരെ വലപ്പാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശരൺ കൃഷ്ണയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകി. മേഖലയിലെ 10 ഏക്കറോളം വരുന്ന ഭൂമിയാണ് തിരിച്ചുപിടിക്കുന്നതിനായി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചാവക്കാട് മണത്തല, ഒരുമനയൂർ, ഒറ്റത്തെങ്ങ് കിഴക്ക്,
JK മാർബിളിന് പടിഞ്ഞാറ് തങ്ങൾപ്പടി, പാലയൂർ, ചക്കങ്കണ്ടം തുടങ്ങിയ മേഖലകളിലെ 10 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാനാണ് നോട്ടീസ് നൽകിയത്. പുഴയ്ക്കൽ തറവാട്ടുകാർക്ക് ചാർത്തി കിട്ടിയ ഭൂമിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ വീട്ടുകാർക്കുൾപ്പെടെയാണ് വഖഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. സംഭവത്തിൽ കോട്ടമ്മൽ ബാലകൃഷ്ണൻ, നീലങ്കാവിൽ ഫ്രാൻസിസ്, മരക്കാർ ഇബ്രാഹിം, ചെട്ടിക്കുളം രാമു, മൂത്തേടത്ത് ബാഹുലയൻ തുടങ്ങിയവർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. വഖഫ് ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്തി മുനമ്പം മാതൃകയിൽ ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും BJP പ്രാദേശിക നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വഖഫ് മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെ പ്രതിഷേധ ധർണ നവംബർ 14-ന് ഒറ്റപ്പാലത്ത് നടക്കും. സംസ്ഥാന സുന്നി മഹൽ ഫെഡറേഷനും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. നവംബർ 14-ന് നടക്കുന്ന പ്രതിഷേധ ധർണയിലും നവംബർ 30-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്ഭവൻ മാർച്ചിലും സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും മുഴുവൻ നേതാക്കളും സഹപ്രവർത്തകരും മഹൽ പ്രതിനിധികളും മദ്രസ ഭാരവാഹികളും പങ്കെടുത്ത പ്രക്ഷോഭ പരിപാടികൾ വിജയിക്കണമെന്ന് MSF-ന്റെയും SMF-ന്റെയും SKMMA-യുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ അഭ്യർത്ഥിച്ചു. നിലവിലുള്ള വഖഫ് നിയമത്തിന്റെ ഇല്ലാത്ത ഭീകരത ചൂണ്ടിക്കാണിച്ച് പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുവിട്ട് മുസ്ലിം സമുദായത്തെയും വഖഫ് നിയമത്തെയും ശത്രുപക്ഷത്ത് നിർത്തി വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് തൽപര കക്ഷികൾ ശ്രമിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലുള്ള മദ്രസകൾ അടച്ചുപൂട്ടണമെന്നും ആ മദ്രസകളെ ഗവൺമെന്റുകൾ നൽകുന്ന ഗ്രാന്റും അതുപോലെ തന്നെയുള്ള ശമ്പളം ഉൾപ്പെടെ കൊടുക്കുന്നത് നിർത്തിവെക്കണമെന്നും ഈ വിദ്യാഭ്യാസ മദ്രസ ബോർഡുകളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ. അതിനെതിരായി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ആ കേസ് കഴിഞ്ഞ ദിവസം മദ്രസകളെ നടപ്പിലാക്കേണ്ടത് തന്നെയാണെന്നും അത് മൗലികമായ വിദ്യാഭ്യാസ അവകാശത്തിന് അത് അനുപേക്ഷണീയമാണെന്നും സുപ്രീം കോടതി വിധിക്കുകയുണ്ടായിരുന്നു. മറിച്ച് വഖഫ് ഭേദഗതി നിയമം ഏകദേശം 40ഓളം വഖഫ് ഭേദഗതികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ K മുഹമ്മദ് അലി മാസ്റ്റർ, ഹമീദ് ഹാജി, A സയ്യിദ്, V യൂസഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഖഫ് വിഷയത്തിലും SDPI PDP പിന്തുണയുടെ കാര്യത്തിലും UDF LDF കക്ഷികൾ നിലപാട് വ്യക്തമാക്കണമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. നഗരസഭാ പരിധിയിൽ BJP ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തനിക്ക് വോട്ടാകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമൃത് പദ്ധതിയിൽ കഴിഞ്ഞ 8 വർഷത്തിനകത്ത് നഗരപരിധിയിൽ 300 കോടിയുടെ വികസനമാണ് BJP ഭരണസമിതി നടത്തിയത്. 2050 വരെയുള്ള പോപ്പുലേഷൻ കണക്കാക്കി നഗരപരിധിയിൽ ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം തുടരുകയാണ്. പാലക്കാട് നഗരത്തിന് ഗുണകരമാവുന്ന വികസന പദ്ധതികൾ ലഭിച്ചത് മോദി സർക്കാരിന്റെ കാലത്താണ്. പാലക്കാട്ടെ വികസന മുരടിപ്പിന് MLA-യും MP-യും കാരണക്കാരാണ്. കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരും 2 ധനകാര്യമന്ത്രിമാരും പാലക്കാട് നിന്നുണ്ടായിട്ടും പാലക്കാട് വികസനം നടന്നില്ല. കഴിഞ്ഞ നെല്ല് സംഭരണത്തിൽ 400 കോടിയുടെ അഴിമതിയാണ് നടന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് നഗരം മറ്റെല്ലാ നഗരങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, പാലക്കാട് നഗരത്തിൽ പുതിയ റോഡുകൾ വളരെ കുറവാണ്. 80-ത്തെ മാസ്റ്റർ പ്ലാനിലുള്ളതാണ് പാലക്കാട് നഗരത്തിൽ. അന്നത്തെ മാസ്റ്റർ പ്ലാനിൽ പ്രൊപ്പോസ് ചെയ്ത ഒരു ബൈപ്പാസ് റോഡും പാലക്കാട് നഗരത്തിൽ പ്രാവർത്തികമായിട്ടില്ല. പാലക്കാടിനെ സംബന്ധിച്ചോളം 2 മുഖ്യമന്ത്രിമാർ ഇവിടെ ഇന്ന് ജയിച്ചു പോയിട്ടുണ്ട്. മലമ്പുഴയിൽ നിന്നായിരിക്കും EK നായനാരും VS അച്യുതാനന്ദനും ജയിച്ചു പോയിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനമാണ് പാലക്കാട് നഗരസഭ. ആ ജില്ലാ ആസ്ഥാനത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം, ആ ജില്ലാ ആസ്ഥാനത്തെ വികസിപ്പിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ഇവിടുന്ന് ജയിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന ആളുകൾക്കുണ്ട്. 2 ധനകാര്യ വകുപ്പ് മന്ത്രിമാര് പാലക്കാട് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് T ശിവദാസ് മേനോൻ, അദ്ദേഹം മലമ്പുഴയിൽ നിന്നാണ് ജയിച്ചെങ്കിൽ വിക്ടോറിയ കോളേജിന് അടുത്തുള്ള തുറപ്പാളയത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് സ്വന്തം വീട് അവിടെയായിരുന്നു. ശങ്കരനാരായണൻ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. എന്തുകൊണ്ട് പാലക്കാടിന് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഉന്നത സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളുകൾ ജയിച്ചു പോയിട്ടും പാലക്കാട് പുതിയ ഒരു ബൈപ്പാസ് റോഡുകൾ പോലും വന്നിട്ടുണ്ട്? പ്രൊപ്പോസ് ചെയ്ത ബൈപ്പാസ് റോഡുകളുണ്ട്. നമ്മുടെ ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് മേലാമുറി വരെയുള്ള ബൈപ്പാസ്, അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൽ നിന്ന് കോയമ്പത്തൂർ റോഡിലേക്കുള്ള ബൈപ്പാസ്,
നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ കോട്ടോട് നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയം ബൈപ്പാസിലേക്കുള്ള ബൈപ്പാസ് റോഡ്, അങ്ങനെ നിരവധി ബൈപ്പാസ് റോഡുകൾ പാലക്കാട് നഗരത്തില് 80ത്തെ മാസ്റ്റർ പ്ലാനിന്റെ പുതിയ മാസ്റ്റർ പ്ലാനിന്റെ പ്രപ്പോസ് ചെയ്ത ബൈപ്പാസ് റോഡ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി നിളയോര പാർക്കിന്റെ പ്രവൃത്തികൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നു. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് മുഹ്സിൻ MLA പാർക്ക് സന്ദർശിച്ചു. ഭാരതപ്പുഴയോട് ചേർന്നുള്ള പാർക്കിന്റെ 2ാം ഘട്ട പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. MLA ഫണ്ടിൽ നിന്നും 90 ലക്ഷം രൂപ ചിലവഴിച്ച് 1ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു. 2ാം ഘട്ട പ്രവൃത്തികൾ 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നടപ്പാക്കുക. ഇതിന്റെ ഭാഗമായാണ് മുഹമ്മദ് മുഹ്സിൻ MLA പാർക്ക് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു പാർക്ക് എന്നത് യാഥാർത്ഥ്യമാവുകയാണ്. MLA ഫണ്ടിൽ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് 90 ലക്ഷം രൂപ അനുവദിച്ചു. അതിൻ്റെ 2ാം ഘട്ടത്തിന് 50 ലക്ഷം രൂപ രണ്ടാമതായി 2023-24 ഫണ്ടിലും അനുവദിച്ചു. ആ 2 ഘട്ടമായിട്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, മുനിസിപ്പാലിറ്റി ഈ സ്ഥലം കയ്യേറ്റം ഒഴിപ്പിച്ച് തരികയും അതിൻ്റെ ഭാഗമായി MLA ഫണ്ട് വെച്ചുകൊണ്ട് മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 2ാം ഘട്ടം കൂടി പൂർത്തീകരിക്കുമ്പോഴാണ് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു പാർക്ക് എന്നുള്ള നിലക്ക് ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന ഇടമായി മാറുക. ഇതിനായിട്ടും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 2ാം ഘട്ടത്തിൽ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളാണ് നടക്കുന്നത്. ഇതിനു പുറമെ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടപ്പാക്കും. MLAക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, P വിജയകുമാർ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച വല്ലപ്പുഴ മുളയൻകാവ് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ തുടങ്ങി. റബ്ബറൈസിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. പാതയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 വർഷങ്ങൾക്ക് മുൻപ് നവീകരിച്ച വല്ലപ്പുഴ മുളയൻകാവ് റോഡ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് പൊളിക്കേണ്ടി വന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ചതോടെ റോഡ് പാടെ തകർന്ന അവസ്ഥയിലായി. ഇതിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് ഇപ്പോൾ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടക്കുന്നത്. ജലവിഭവ വകുപ്പിന്റെ 2.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനരുദ്ധാരണം നടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി പാതയിൽ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. MLAയുടെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി. റോഡ് പൊളിക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റോഡിൻ്റെ റീസ്റ്റോറേഷൻ വർക്കാണ് ഇപ്പോൾ. നേരത്തെ 2 സൈഡും അത്യാവശ്യം റീസ്റ്റോറേഷൻ വർക്ക് നടന്നു. അതിൻ്റെ അവസാന ഘട്ടം എന്നുള്ള നിലക്കാണ് BC ഓവർലേ ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കുന്നത്. ഇതിൽ കുറച്ച് കോൺക്രീറ്റ്, ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. 1-2 ഭാഗത്ത് ചില അപകടങ്ങൾ പിടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് ഈ BC ഓവർലേയുടെ ശേഷം അവിടെയൊക്കെ തന്നെ സുരക്ഷിതമാക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കും. അതോടൊപ്പം 1-2 ഭാഗത്ത് പൈപ്പ് ലൈന് ഇപ്പോഴും ചില പൊട്ടിയതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞ് ആ ഭാഗം കൂടി പൂർത്തീകരിക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കുന്നതാണ്. വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. റോഡിന് ഇരുവശവും കാട് മൂടി കാൽനടയാത്ര പോലും പ്രയാസമായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കാട് വെട്ടി റോഡ് സഞ്ചാരയോഗ്യമാക്കി. മങ്കര പഞ്ചായത്തിലെ 13ാം വാർഡ് കണ്ണംപരിയാരം കുട്ടപ്പുര റോഡാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കാട് വെട്ടി സഞ്ചാരയോഗ്യമാക്കിയത്. നിരവധി കാൽനടയാത്രക്കാരും ചെറുകിട വാഹനങ്ങളും നിരന്തരം യാത്ര ചെയ്യുന്ന പ്രധാന ഗ്രാമീണ റോഡാണിത്. റോഡിന്റെ ഇരുവശവും പുല്ലും കാടും ഒരാൾ ഉയരത്തിൽ വളർന്നതോടെ മാസങ്ങളായി കാൽനടയാത്രക്കാർ വലയുകയായിരുന്നു. വാഹനം വന്നാൽ മാറി നിൽക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥാവിശേഷവുമായിരുന്നു. ഇഴജന്തുക്കളുടെ താവളം കൂടിയായി റോഡിന് ഇരുവശവുമുള്ള കാടുകൾ. പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കാട് വെട്ടി യന്ത്രത്തിന്റെ സഹായത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ശുചിത്വ മിഷനിൽ ഉൾപ്പെടുത്തി അടുത്ത റോഡുകൾ എന്തെങ്കിലും ചെയ്യണം എന്ന് മാത്രമേ അഭ്യർത്ഥിച്ചുകൊണ്ട് അതിന് വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് VK മുകുന്ദനുണ്ണി, CS സജിൽ, VP കണ്ണൻ, KH അരുൺ, VH ബഷീർ, P ഉണ്ണികൃഷ്ണൻ, PK സജിൻ, PK വിഷ്ണു, PS സച്ചിൻ, MS സ്വാമിനാഥൻ തുടങ്ങിയവരും പ്രവൃത്തിക്ക് നേതൃത്വം നൽകി. ഈ നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പല വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ പഞ്ചായത്ത് റോഡിന്റെ ഇരുവശങ്ങളും വെട്ടി വൃത്തിയാക്കുന്നതിനുള്ള സൗകര്യങ്ങള് പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് നാട്ടുകാരുടെ മാതൃകാ പ്രവർത്തനത്തെ പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ഉപജില്ലാ കലോത്സവത്തിന് മലമ്പുഴ GEHSSൽ തുടക്കമായി. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉഷ മാനാട്ട് KS കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ മത്സരങ്ങളിലൂടെ അവർ ഉന്നതി കൈവരിക്കുന്നതിനുമായി നടത്തിവരുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും മഹത്തായ കൗമാര കലോത്സവത്തിനൊന്നായിട്ടാണ് ഈ സ്കൂൾ കലോത്സവത്തെ കാണുന്നത്. അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ മത്സരങ്ങൾ പാലക്കാട് AEO രമേശ് പാറപ്പുറത്ത് അധ്യക്ഷനായി. ഗായകൻ കലാമിത്ര അനിൽകുമാർ മുഖ്യാതിഥിയായി. പാലക്കാട് BPC MR ശിവപ്രസാദ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്വപ്നകുമാരി, പ്രിൻസിപ്പൽ ഇൻചാർജ് T വിനീത, AEO സൂപ്രണ്ട് S സുരേഷ്, അധ്യാപക സംഘടനാ പ്രതിനിധികളായ V ഗംഗാധരൻ, M കൃഷ്ണദാസ്, AS അബ്ദുൽ സലാം, AJ ശ്രീനി, MK മുബാറക്, ലിൻഡോ വേങ്ങശ്ശേരി, HM ഫോറം കൺവീനർ യൂസഫ് മാസ്റ്റർ, അബ്ദുൾ റഷീദ് KV തുടങ്ങിയവർ സംസാരിച്ചു. 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്ന കലാപ്രതിഭകൾക്ക് വ്യക്തിഗത ട്രോഫികൾ എന്നത് ഈ വർഷത്തെ സബ് ജില്ലാ കലോത്സവത്തിന് മാറ്റുകൂട്ടുന്നു. കലോത്സവത്തിന്റെ സമാപനം 14-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം പാലക്കാട് ജില്ലാ കലക്ടർ F ചിത്ര AS ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുതുരുത്തിയിൽ തിരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ വാഹന പരിശോധനയ്ക്കിടെ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 19,70,000 രൂപ പിടികൂടി. വാഹനത്തിലുണ്ടായിരുന്നത് ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശികൾ. യാത്രക്കാരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും തിരഞ്ഞെടുപ്പ് ആവശ്യത്തിനെത്തിച്ച കള്ളപ്പണമാണോ എന്നും സ്ക്വാഡ് പരിശോധിക്കും. കുന്നംകുളം കേച്ചേരിയിൽ ജ്വല്ലറിയിൽ നിന്നും 8 പവൻ സ്വർണം കവർന്നു. മോഷണം നടത്തിയത് സ്വർണം വാങ്ങാനെന്ന വ്യാജേനയെത്തിയ ഇതര സംസ്ഥാനക്കാർ. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സീപ്ലെയിൻ വിഷയത്തിൽ CPMൽ രണ്ടഭിപ്രായമില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. LDFന്റെ സീപ്ലെയിൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിൻ ആണെന്നും UDFന്റേത് തൊഴിലാളി വിരുദ്ധ സീപ്ലെയിൻ ആണെന്നും മന്ത്രി. സീപ്ലെയിൻ ഡാമിൽ ഇറക്കുന്നതിന് തൊഴിലാളി സംഘടനകൾ എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നും എതിർപ്പുള്ളത് കായലിൽ ഇറക്കുന്നതിനാണെന്നും വ്യക്തമാക്കി മുഹമ്മദ് റിയാസ്. ചേലക്കര നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ശുഭപ്രതീക്ഷയോടെ മുന്നണികൾ. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങും. വോട്ടെണ്ണൽ 23-ന്. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ 37 കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി വഖഫ് ബോർഡ്. വഖഫ് ബോർഡിന്റെ നിർദ്ദേശം മേഖലയിലെ 10 ഏക്കറോളം വരുന്ന ഭൂമി തിരിച്ചുപിടിക്കാൻ. വഖഫ് ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്തി മുനമ്പം മാതൃകയിൽ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് BJP. വഖഫ് മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെ സംസ്ഥാന സുന്നി മഹൽ ഫെഡറേഷന്റെയും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നവംബർ 14-ന് ഒറ്റപ്പാലത്ത് പ്രതിഷേധ ധർണ. വഖഫ് വിഷയത്തിലും FDPI PDP പിന്തുണയുടെ കാര്യത്തിലും UDF LDF കക്ഷികൾ നിലപാട് വ്യക്തമാക്കണമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. പാലക്കാട് നഗരത്തിന് ഗുണകരമായ പദ്ധതികൾ ലഭിച്ചത് മോദി സർക്കാരിന്റെ കാലത്ത്. പാലക്കാട് നഗരസഭയിൽ BJP നടപ്പിലാക്കിയ പദ്ധതികൾ വോട്ടായി മാറുമെന്നും C കൃഷ്ണകുമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.